എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാം ചിന്തിക്കാനായി ഒരുങ്ങുന്നത് 2 ദിനവൃത്താന്തം 25-ാം അധ്യായത്തെക്കുറിച്ചാണ്. വേദപുസ്തകങ്ങൾ ദയവായി തുറന്നു വെക്കുക. 2 ദിനവൃത്താന്തം 25-ാം അധ്യായം യഹൂദ രാജാവായ അമസ്യാവിന്റെ ഭരണവും ആത്മീയ ജീവിതവും അവതരിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അധ്യായമാണ്. ഒരു രാജാവിന്റെ വിജയവും പരാജയവും മാത്രമല്ല, ദൈവത്തോടുള്ള അനുസരണത്തിന്റെ പ്രാധാന്യവും പകുതി ഹൃദയമുള്ള വിശ്വാസത്തിന്റെ അപകടവും ഈ അധ്യായം വളരെ വ്യക്തമായി വെളിപ്പെടുത്തുന്നു. അമസ്യാവ് യഹോവയുടെ ദൃഷ്ടിയിൽ ശരിയായത് ചെയ്തെങ്കിലും അവന്റെ ഹൃദയം പൂർണ്ണമായും ദൈവത്തിൽ ഉറച്ചിരുന്നില്ല. ജീവിതത്തിന്റെ തുടക്കത്തിൽ ദൈവത്തിന്റെ വചനം അനുസരിച്ചപ്പോൾ അവന് വിജയം ലഭിച്ചു. എന്നാൽ പിന്നീട് വിജയവും സമ്പത്തും അവന്റെ ഹൃദയത്തിൽ അഹങ്കാരം വളർത്തുകയും അവൻ ദൈവത്തിൽ നിന്ന് അകന്നു പോകുകയും ചെയ്തു. അതിനാൽ ഈ അധ്യായം വിശ്വാസിയുടെ ജീവിതത്തിൽ ആരംഭത്തേക്കാൾ പ്രധാനപ്പെട്ടത് അവസാനം വരെയുള്ള വിശ്വസ്തതയാണെന്ന് പഠിപ്പിക്കുന്നു. അമസ്യാവ് 25-ാം വയസ്സിൽ യഹൂദയുടെ രാജാവായി. അവൻ യഹോവയുടെ ദൃഷ്ടിയിൽ ശരിയായത് ചെയ്തു. എന്നാൽ ദിനവൃത്താന്തകാരൻ ഉടൻ തന്നെ ഒരു പ്രധാനപ്പെട്ട നിരീക്ഷണം നടത്തുന്നു. എങ്കിലും പൂർണ്ണ ഹൃദയത്തോടെയല്ല. ഈ ചെറിയ വാക്കുകൾ അമസ്യാവിന്റെ മുഴുവൻ ജീവിതത്തെയും മനസ്സിലാക്കാനുള്ള താക്കോലാണ്. പുറമെ ശരിയായ കാര്യങ്ങൾ ചെയ്യുന്നതും ഉള്ളിൽ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നതും രണ്ടാണ്. ഒരാൾ ആരാധനയിൽ പങ്കെടുക്കുകയും പ്രാർത്ഥിക്കുകയും സഭയിൽ ശുശ്രൂഷിക്കുകയും ചില ദൈവകൽപ്പനകൾ അനുസരിക്കുകയും ചെയ്താലും അവന്റെ ഹൃദയം പൂർണ്ണമായി ദൈവത്തിൻ്റെതായിരിക്കണമെന്നില്ല. ദൈവം മനുഷ്യന്റെ പുറം പ്രവർത്തനങ്ങളെ മാത്രമല്ല, ഹൃദയത്തിന്റെ അവസ്ഥയെയും നോക്കുന്നു. അമസ്യാവിന്റെ പിതാവായ യോവാശിനെ കൊന്നവരെ ശിക്ഷിച്ചപ്പോൾ അവൻ അവരുടെ മക്കളെ കൊന്നില്ല. മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് മക്കൾക്ക് പകരം പിതാക്കന്മാരും പിതാക്കന്മാർക്ക് പകരം മക്കളും ശിക്ഷിക്കപ്പെടരുതെന്ന് അവൻ മനസ്സിലാക്കിയിരുന്നു. ഇതിൽ നിന്ന് അമസ്യാവിന്റെ ഭരണത്തിന്റെ ഒരു നല്ല വശം കാണാം. വ്യക്തിപരമായ പ്രതികാരത്തിന് പകരം ദൈവത്തിന്റെ നീതിക്ക് മുൻഗണന നൽകാൻ അവൻ ശ്രമിച്ചു. അധികാരം ലഭിച്ചപ്പോൾ ഒരാൾ തന്റെ വ്യക്തിപരമായ കോപവും പ്രതികാരവും തീരുമാനങ്ങളെ നിയന്ത്രിക്കാൻ അനുവദിക്കരുതെന്ന പാഠം ഇവിടെ നമുക്ക് ലഭിക്കുന്നു. തുടർന്ന് അമസ്യാവ് യുദ്ധത്തിനായി വലിയൊരു സൈന്യത്തെ ഒരുക്കി. യഹൂദയിൽ നിന്ന് സൈനികരെ കൂട്ടിച്ചേർത്തതിനു പുറമെ ഇസ്രായേലിൽ നിന്നും കൂലിപ്പടയാളികളെ നിയമിച്ചു. എന്നാൽ ഒരു ദൈവപുരുഷൻ അവനോട് ഇസ്രായേലിന്റെ സൈന്യത്തെ കൂടെ കൊണ്ടുപോകരുതെന്ന് മുന്നറിയിപ്പ് നൽകി. കാരണം യഹോവ ഇസ്രായേലിനോടുകൂടെ ഉണ്ടായിരുന്നില്ല. അമസ്യാവ് ഇതിനകം ആ സൈന്യത്തിനായി വലിയൊരു തുക നൽകിയിരുന്നു. അതിനാൽ താൻ ചെലവഴിച്ച പണം നഷ്ടപ്പെടുമോ എന്നായിരുന്നു അവന്റെ ആശങ്ക. എന്നാൽ ദൈവപുരുഷൻ അവനോട് യഹോവയ്ക്ക് അതിലും അധികം നിനക്ക് തരുവാൻ കഴിയും എന്ന് പറഞ്ഞു. ഈ വാക്കുകൾ ഇന്നും വിശ്വാസികൾക്ക് വലിയൊരു ആത്മീയ സന്ദേശമാണ്. ദൈവത്തെ അനുസരിക്കാൻ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഉപേക്ഷിക്കേണ്ടി വരും. സാമ്പത്തിക നഷ്ടം, അവസര നഷ്ടം, ബന്ധങ്ങളിലെ ബുദ്ധിമുട്ട്, സ്ഥാനനഷ്ടം എന്നിവയെക്കുറിച്ച് നാം ഭയപ്പെടാം. എന്നാൽ ദൈവത്തിന്റെ വഴിയിൽ നടക്കുന്നതിനായി നാം ഉപേക്ഷിക്കുന്നതിനേക്കാൾ അധികം നൽകാൻ ദൈവത്തിന് കഴിയും. അതിനാൽ വിശ്വാസത്തിന്റെ യഥാർത്ഥ അർത്ഥം ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ മാത്രം അവനെ ആശ്രയിക്കുക എന്നതല്ല, നഷ്ടമുണ്ടാകുമെന്ന് തോന്നുമ്പോഴും ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കുക എന്നതാണ്. അമസ്യാവ് പ്രവാചകന്റെ വാക്കനുസരിച്ച് ഇസ്രായേലിൽ നിന്നുള്ള കൂലിപ്പടയെ തിരിച്ചയച്ചു. തുടർന്ന് ഏദോമിനെതിരെ യുദ്ധം നടത്തി വിജയിച്ചു. ഈ വിജയം അവന്റെ ജീവിതത്തിലെ ദൈവിക അനുഗ്രഹത്തിന്റെ ഒരു അനുഭവമായിരുന്നു. എന്നാൽ ഈ വിജയത്തിന് ശേഷമാണ് അവന്റെ ആത്മീയ വീഴ്ച ആരംഭിക്കുന്നത്. ഏദോമ്യരെ പരാജയപ്പെടുത്തിയ ശേഷം അവൻ അവരുടെ ദേവന്മാരെ കൊണ്ടുവന്ന് തന്റെ ദേവന്മാരാക്കി ആരാധിച്ചു. ഇത് വളരെ വിചിത്രവും ദുഃഖകരവുമായ പ്രവൃത്തിയായിരുന്നു. അവനെ സഹായിച്ച യഹോവയെ വിട്ട് താൻ പരാജയപ്പെടുത്തിയ ജനതയുടെ ദേവന്മാരെയാണ് അവൻ ആരാധിച്ചത്. ഇവിടെ ഈ അധ്യായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയ പാഠങ്ങളിൽ ഒന്ന് കാണാം. പരാജയം ചിലപ്പോൾ നമ്മെ ദൈവത്തിലേക്ക് അടുപ്പിക്കും. എന്നാൽ വിജയം നമ്മെ ദൈവത്തെ മറക്കാൻ ഇടയാക്കാം. പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ നാം കൂടുതൽ പ്രാർത്ഥിക്കുകയും ദൈവത്തെ അന്വേഷിക്കുകയും ചെയ്യുന്നു. എന്നാൽ വിജയം ലഭിച്ച ശേഷം പലപ്പോഴും പ്രാർത്ഥനയും ദൈവാശ്രയവും കുറയുന്നു. നമ്മുടെ കഴിവിലും സമ്പത്തിലും സ്ഥാനത്തിലും സ്വാധീനത്തിലും നാം ആശ്രയിക്കുവാനായി തുടങ്ങുന്നു. അമസ്യാവിന്റെ ജീവിതത്തിൽ ഇത് തന്നെയാണ് സംഭവിച്ചത്. ദൈവം നൽകിയ വിജയം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് പകരം അവന്റെ ആത്മീയ വീഴ്ചയുടെ കാരണമായി മാറി. അമസ്യാവിന്റെ വിഗ്രഹാരാധനയെക്കുറിച്ച് ഒരു പ്രവാചകൻ അവനെ ശാസിച്ചു. അവൻ ചോദിച്ചു, തങ്ങളെ രക്ഷിക്കാൻ കഴിയാതിരുന്ന ആ ജനത്തിന്റെ ദേവന്മാരെ എന്തിനാണ് അന്വേഷിക്കുന്നത്?
ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. ഏദോമിന്റെ ദേവന്മാർക്ക് സ്വന്തം ജനത്തെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർക്ക് അമസ്യാവിനെ എങ്ങനെ രക്ഷിക്കാനായി കഴിയും? എന്നാൽ ഈ പ്രവാചകന്റെ ശാസനം കേട്ട് അമസ്യാവ് മാനസാന്തരപ്പെട്ടില്ല. പകരം അവൻ കോപിച്ചു. ഇവിടെ മറ്റൊരു വലിയ ആത്മീയ സത്യം കാണാം. ദൈവത്തിന്റെ വചനം നമ്മെ തിരുത്തുമ്പോൾ അതിനെ സ്വീകരിക്കാനുള്ള വിനയമില്ലാതാകുന്നത് ആത്മീയ വീഴ്ചയുടെ അടയാളമാണ്. ദൈവത്തിന്റെ ശാസനം നശിപ്പിക്കാനല്ല, തിരികെ കൊണ്ടുവരാനാണ്. പ്രവാചകന്റെ മുന്നറിയിപ്പ് അമസ്യാവിന് മാനസാന്തരത്തിനുള്ള അവസരമായിരുന്നു. എന്നാൽ അവൻ അത് നിരസിച്ചു. അതിനുശേഷം അമസ്യാവിന്റെ ഹൃദയം അഹങ്കാരത്തിൽ നിറഞ്ഞു. ഏദോമിനെതിരെ വിജയം അവനെ ഇസ്രായേൽ രാജാവായ യോവാശിനെ വെല്ലുവിളിക്കാൻ പ്രേരിപ്പിച്ചു. യോവാശ് അവനോട് ഒരു ഉപമയിലൂടെ മറുപടി നൽകി. ഒരു ചെറിയ മുള്ളിച്ചെടി വലിയ ദേവദാരുവിനോട് തന്റെ മകനെ വിവാഹം ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നത് പോലെയാണ് അമസ്യാവിന്റെ വെല്ലുവിളിയെന്നും അവൻ പറഞ്ഞു. അതിനാൽ വീട്ടിലിരിക്കാനും അനർത്ഥം വരുത്താതിരിക്കാനും അവൻ അമസ്യാവിനെ ഉപദേശിച്ചു. എന്നാൽ അമസ്യാവ് ആ മുന്നറിയിപ്പ് കേട്ടില്ല. ഇവിടെ അഹങ്കാരത്തിന്റെ അപകടം വ്യക്തമാണ്. ഒരു വിജയത്തിൽ നിന്ന് ലഭിച്ച ആത്മവിശ്വാസം ദൈവാശ്രയമില്ലാത്ത അഹങ്കാരമായി മാറുമ്പോൾ അടുത്ത പരാജയത്തിന്റെ വിത്ത് വിതയ്ക്കപ്പെടുന്നു. ദൈവം പലപ്പോഴും മറ്റുള്ളവരുടെ ഉപദേശങ്ങളിലൂടെയും മുന്നറിയിപ്പുകളിലൂടെയും നമ്മെ സംരക്ഷിക്കുന്നു. എന്നാൽ അഹങ്കാരമുള്ള ഹൃദയം ഉപദേശം കേൾക്കാൻ തയ്യാറാകുന്നില്ല. അമസ്യാവ് യോവാശിന്റെ മുന്നറിയിപ്പ് അവഗണിച്ച് ഇസ്രായേലുമായി യുദ്ധം ചെയ്തു. ഫലം യഹൂദയുടെ പരാജയമായിരുന്നു. യെരുശലേമിന്റെ മതിൽ തകർക്കപ്പെട്ടു. ദേവാലയത്തിലെയും രാജകൊട്ടാരത്തിലെയും സമ്പത്ത് കൊള്ളയടിക്കപ്പെട്ടു. കുറച്ചു കാലം മുമ്പ് ഏദോമിനെ വിജയകരമായി പരാജയപ്പെടുത്തിയ രാജാവ് ഇപ്പോൾ ഇസ്രായേലിനോട് പരാജയപ്പെട്ടു. ഇതിലൂടെ ദിനവൃത്താന്തകാരൻ വളരെ വ്യക്തമായി കാണിക്കുന്നത് മനുഷ്യന്റെ ശക്തിയേക്കാൾ ദൈവത്തിന്റെ വചനത്തോടുള്ള അനുസരണമാണ് പ്രധാനമെന്നതാണ്. അമസ്യാവിന്റെ ജീവിതത്തെ 4 ഘട്ടങ്ങളായി കാണാം. ആദ്യം അവൻ ശരിയായ തുടക്കം നടത്തി. രണ്ടാമതായി ദൈവത്തിന്റെ വചനമനുസരിച്ചപ്പോൾ അവന് വിജയം ലഭിച്ചു. മൂന്നാമതായി വിജയത്തിന് ശേഷം അവൻ വിഗ്രഹാരാധനയിലേക്ക് തിരിഞ്ഞു. നാലാമതായി അഹങ്കാരത്താൽ ദൈവത്തിന്റെ മുന്നറിയിപ്പ് നിരസിച്ച് യുദ്ധത്തിലേക്ക് പോയപ്പോൾ പരാജയപ്പെട്ടു. അതിനാൽ ഈ അധ്യായം നമ്മെ പഠിപ്പിക്കുന്ന പ്രധാന സത്യം നല്ല തുടക്കം മാത്രമല്ല, അവസാനം വരെ വിശ്വസ്തത ആവശ്യമാണ് എന്നതാണ്. പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിൽ ഈ അധ്യായത്തെ നോക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ വാക്കുകൾ ഓർമ്മ വരുന്നുണ്ട്. എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിൽ വസിക്കും. യോഹന്നാൻ സുവിശേഷം 15:4. ക്രിസ്തീയ ജീവിതത്തിന്റെ ശക്തി ഒരിക്കൽ ദൈവത്തെ അനുഭവിച്ചതിലല്ല, തുടർച്ചയായി ക്രിസ്തുവിൽ വസിക്കുന്നതിലാണ്. ദൈവത്തിന്റെ അനുഗ്രഹം ലഭിച്ച ശേഷവും ദൈവത്തെ മറക്കാതെ, വിജയത്തിന് ശേഷവും വിനയത്തോടെ, തിരുത്തൽ ലഭിക്കുമ്പോഴും മാനസാന്തരത്തോടെ ജീവിക്കുകയാണ് യഥാർത്ഥ ശിഷ്യത്വം. ഇന്നത്തെ സഭയ്ക്കും ഈ അധ്യായം വളരെ പ്രസക്തമാണ്. സഭയുടെ പ്രവർത്തനങ്ങളിൽ സജീവമായിരിക്കുന്നത് കൊണ്ട് മാത്രം മതിയാകില്ല, ഹൃദയം പൂർണ്ണമായി ദൈവത്തിൻ്റെതായിരിക്കണം. ശുശ്രൂഷയിലെ വിജയം, സഭയുടെ വളർച്ച, സാമ്പത്തിക അനുഗ്രഹം, വ്യക്തിപരമായ നേട്ടങ്ങൾ എന്നിവ ദൈവത്തെ മറക്കാനുള്ള കാരണങ്ങളാകരുത്. ദൈവത്തിന്റെ വചനം നമ്മെ തിരുത്തുമ്പോൾ അത് സ്വീകരിക്കാനുള്ള വിനയം നമുക്കുണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ സ്ഥാനത്ത് മറ്റെന്തെങ്കിലും എത്തിയിട്ടുണ്ടോ എന്നും പരിശോധിക്കണം. പണം, അധികാരം, പ്രശസ്തി, ജോലി, ബന്ധങ്ങൾ, സ്വാധീനം എന്നിവ നല്ല കാര്യങ്ങളായിരിക്കാം. എന്നാൽ അവ ദൈവത്തിന്റെ സ്ഥാനത്തെത്തുമ്പോൾ അവ നമ്മുടെ വിഗ്രഹങ്ങളായി മാറുന്നു. അമസ്യാവിന്റെ ജീവിതം നമ്മോട് ചില പ്രധാന ആത്മപരിശോധന ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്റെ ഹൃദയം ദൈവത്തോട് പൂർണ്ണമായിട്ടുണ്ടോ? ഞാൻ ദൈവത്തെ അനുസരിക്കുന്നത് സൗകര്യമുള്ള കാര്യങ്ങളിൽ മാത്രമാണോ? വിജയത്തിന് ശേഷം ഞാൻ ദൈവത്തെ മറക്കുന്നുണ്ടോ? ദൈവത്തിന്റെ തിരുത്തൽ സ്വീകരിക്കാൻ എനിക്ക് വിനയമുണ്ടോ? എന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ സ്ഥാനത്ത് മറ്റെന്തെങ്കിലും എത്തിയിട്ടുണ്ടോ? എന്റെ വിജയങ്ങൾ എന്നിൽ അഹങ്കാരം സൃഷ്ടിക്കുന്നുണ്ടോ? നല്ല തുടക്കത്തിന് ശേഷവും ഞാൻ ഇപ്പോൾ വിശ്വസ്തനായി തുടരുന്നുണ്ടോ? അവസാനമായി 2 ദിനവൃത്താന്തം 25-ാം അധ്യായം അമസ്യാവിന്റെ ജീവിതത്തിലൂടെ പകുതി ഹൃദയമുള്ള വിശ്വാസത്തിന്റെ അപകടവും പൂർണ്ണ ഹൃദയമുള്ള അനുസരണത്തിന്റെ ആവശ്യകതയും ശക്തമായി പഠിപ്പിക്കുന്നു. അമസ്യാവ് ദൈവത്തിന്റെ വചനം അനുസരിച്ചപ്പോൾ വിജയിച്ചു. എന്നാൽ ദൈവത്തെ മറന്നപ്പോൾ അവന്റെ വിജയം തന്നെ അവന്റെ വീഴ്ചയുടെ കാരണമായി. ദൈവത്തിന്റെ മുന്നറിയിപ്പ് സ്വീകരിക്കാതിരുന്നതും അഹങ്കാരത്തോടെ മുന്നോട്ടു പോയതും അവനെ പരാജയത്തിലേക്ക് നയിച്ചു. അതുകൊണ്ട് ഈ അധ്യായത്തിന്റെ പ്രധാന സന്ദേശം ഇതാണ്: ദൈവത്തോടുള്ള ബന്ധം പകുതി ഹൃദയത്തോടെ ആയിരിക്കരുത്. ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റാതെ അവനോട് കൂടുതൽ അടുപ്പിക്കണം. വിജയത്തിന് ശേഷവും വിനയം, തിരുത്തലിന് ശേഷം മാനസാന്തരം,
ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും അനുസരണം എന്നിവ നിലനിർത്തുമ്പോഴാണ് വിശ്വാസത്തിന്റെ യാത്ര വിജയകരമാകുന്നത്. നല്ല തുടക്കം മാത്രം മതിയാവില്ല, അവസാനം വരെ ദൈവത്തോട് വിശ്വസ്തരായിരിക്കണം. ഈ വചനത്താൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആമേൻ.